ചൂടുകടുത്തോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിക്കുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം രേഖപ്പെടുത്തിയത് 250 മെഗാവാട്ട് ആയി. കഴിഞ്ഞ ദിവസം 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനോട് KSEB അനുമതി തേടി എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അധിക നിരക്കിൽ വൈദ്യുതി വാങ്ങാനാണ് നീക്കം. സാരംഗ് വിവരങ്ങളുമായി ചേരും. സാരംഗ്, വലിയ ചൂടാണ്, കടുത്ത ചൂടാണ്. നമുക്കറിയാം, സ്വാഭാവികമായും വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിക്കും, സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് പല സ്ഥലങ്ങളിലുമുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്താണ് സർക്കാരിൻ്റെ തീരുമാനം? ലോഡ് ഷെഡിങ്ങിലേക്കാണോ അതോ അധിക വൈദ്യുതിയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണോ? രഞ്ജിത്ത്, അധിക വൈദ്യുതിയിലൂടെ തന്നെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പവർ ഗ്രിഡിൽ നിന്നും അധിക വൈദ്യുതി, അതായത് താൽക്കാലികമായ അധിക വൈദ്യുതി വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിയ നിരക്കിൽ ഇപ്പോൾ പുറമേ നിന്നും വൈദ്യുതി എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് ഈ ഒരു KSEBയുടെ ഭാഗത്തു നിന്നും. അതിന് 22-ാം തീയതി യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമടക്കം ഉയർന്ന രീതിയിലുള്ള ഉപഭോഗമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 6033 മെഗാവാട്ട് പീക്ക് സമയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6300 മെഗാവാട്ടാണ് ഇപ്പോൾ KSEBയുടെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ശേഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം കൂടുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അപ്രഖ്യാപിതമായ രീതിയിൽ ലോഡ് ഷെഡിങ് നടക്കുന്നുണ്ട്. അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്തിനായാലും ഒരു പ്രഖ്യാപിത, അതായത് ലോഡ് ഷെഡിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി പുറമെ നിന്നും വാങ്ങാനുള്ളൊരു നീക്കം നടക്കുന്നത്. ഈ ഒരു ചൂടാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം രാത്രി സമയങ്ങളിലടക്കം കൂടുതൽ വൈദ്യുതി ഉപഭോഗം വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും റെക്കോർഡ് ഉപഭോഗമാണ്. ഓരോ പ്രതിദിനത്തെയും റെക്കോർഡ് ഉപഭോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തുതന്നെയാലും വരുന്ന ദിവസങ്ങളിലും ഈ ഒരു വൈദ്യുതി ഉപഭോഗവുമായി കർശനമായി നിരീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്കോ അല്ലെങ്കിൽ വൈദ്യുതി വാങ്ങുന്ന രീതിയിലേക്ക് അടക്കം KSEB കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രീതി സാരംഗാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇതിനിടയിൽ നമുക്കറിയാം, കുംഭമേള വൈറലായ താരം കേരളത്തിൽ വന്ന് വിവാഹം നടത്തിയ വാർത്ത ഒക്കെ കേരളത്തിൽ വലിയ വൈറലായിരുന്നു. ഇപ്പോൾ ഈ വിവാഹത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒക്കെ ഇടപെട്ടാണ് വിവാഹം നടത്തിക്കൊടുത്തത്. ഇവർക്കെതിരായുള്ള ഹർജി ഇന്ന് കോടതിയിൽ വരുന്നുണ്ട്. MV ഗോവിന്ദൻ അടക്കം 6 പേർക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതി ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു, A.A. റഹീം ഉണ്ടായിരുന്നു, CPM-ന്റെ നിരവധി നേതാക്കളുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ കല്യാണത്തിന് മന്ത്രി B. ശിവൻകുട്ടി ഉണ്ടായിരുന്നു. കാർമ്മികത്വം വഹിച്ചവരാണ്. ഇവരെല്ലാം കുടുങ്ങുമോ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം പോക്സോ കേസ് രേഖപ്പെടുത്തുന്നത് തൊട്ട് തന്നെ, അതായത് പോക്സോ കേസായി കാര്യങ്ങൾ മാറുമെന്ന് അറിഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു മന്ത്രിയും ഒപ്പം സംസ്ഥാന സെക്രട്ടറി അടക്കം. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന വിവരങ്ങളായിരുന്നു മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് തന്നെ വലിയ രീതിയിലുള്ള തലവേദന പാർട്ടിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കൃത്യമായ നിയമ നടപടികളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഒരു നിയമസങ്കീർണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു രേഖകളും മറ്റും പരിശോധിച്ചത് അമ്പലവും, അതായത് ക്ഷേത്ര കമ്മിറ്റിയും പോലീസ് അടക്കമാണ്. ആ കാര്യങ്ങൾ തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പോൾ പോലും പങ്കെടുത്തത് സമൂഹത്തിലെ തന്നെ മന്ത്രിയും അടക്കം CPM-ന്റെ തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമാണ് പങ്കെടുത്തത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമസാധ്യതകൾ എത്രത്തോളം സങ്കീർണമായ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും ഹർജി ഇപ്പോൾ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുണ്ടെന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പാർട്ടിയെയും ഒപ്പം തന്നെ മന്ത്രിയെയും എത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം മൊണാലിസ ഇപ്പോഴും പോലീസിനെ പിടികൊടുത്തിട്ടില്ല. അതായത് ചോദ്യം ചെയ്യലിലേക്ക് അടക്കം അവർ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഗർഭിണിയാണെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തിനായാലും ആരുടെ ഭാഗത്താണ് ശരി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കാരണം മധ്യപ്രദേശ് പോലീസ് പറയുന്നു ഈ ഒരു 16 വയസ്സിൽ ആയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്. മൊണാലിസയുടെ ഭാഗം എന്ന് പറയുന്നത് അനുജന്റെ ജനന സർട്ടിഫിക്കറ്റിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് തനിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് അറിയിക്കുന്നത്. 2008 ജനുവരി 1 ജനിച്ച തനിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുംഭമേളയിലെ വയർത്താരമായിട്ടുള്ള കുട്ടി പറയുന്നത്. എന്തിനായാലും ഇന്നത്തെ കോടതിയുടെ തീരുമാനം നിർണായകമാണ്. അത് പോക്സോ കേസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തലവേദന പാർട്ടിക്കും ഒപ്പം തന്നെ മന്ത്രിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.